അനിൽകുമാർ, ഇ ഡി അടുത്ത സ്റ്റെപ്പ് കൂടി വളരെ പെട്ടെന്ന് മുന്നോട്ട് നടത്തുന്നു എന്നുള്ളതാണ്. വീണ വിജയൻ രണ്ടാമത് വീണ ടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രതികരണം? അല്ല, എല്ലാ ദിവസവും അപസർപ്പ കഥകൾ നിർമ്മിച്ച് ഏതാണ്ട് 3 കൊല്ലമായി ഇ ഡി ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യയില് കോടികൾ അപഹരിച്ചത് ഇവരാരും അറിഞ്ഞിട്ടില്ല അല്ലേ? ശബരിമലയിൽ ഇ ഡി വന്നിട്ട് എവിടേക്ക് പോയി? നമ്മുടെ നാട്ടിൽ ഇ ഡി എന്ന് പറയുന്ന സംവിധാനം അത് തന്നെ ഇതൊക്കെ ഇത്രയല്ലുള്ള കാര്യങ്ങള്. ഒരു വ്യക്തിക്കെതിരായ കേസുണ്ടെങ്കിൽ വ്യക്തി ഉത്തരം പറയും. അത് നിങ്ങളെ ഒരു വാർത്തയാക്കുന്നതിന് കാരണം എന്താണ്? അങ്ങനെ വ്യക്തി ഇത്രയും കാലം പ്രതിരോധം തീർത്തത് വീണ ടിക്ക് വേണ്ടി ഞങ്ങൾ അതേ രീതിയിൽ തന്നെയാണ്. അതിൽ അനാവശ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന് വ്യാജമായി എഴുതി വെച്ചു. ആ എഴുതി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ആക്രമണത്തിന് മുതിർന്നു. പിണറായി വിജയനെ അല്ല പറയാം, പിണറായി വിജയനെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. എന്തിനാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ പിണറായി വിജയനെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തു. അത്രേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴാണ് ഇത് ചോദ്യം ചെയ്തത്? ഏതെങ്കിലും വ്യക്തികളുടെ ഭയമുണ്ടോ സി പി എമ്മിന്? ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഇതിനപ്പുറം ഭയപ്പെട്ടില്ല. അടിയന്തരാവസ്ഥയുടെ ദിവസമല്ലേ? അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയൻ ജയിലിൽ കിടന്ന ഏതെങ്കിലും കുറ്റത്തിനാണ്? അടിയന്തരാവസ്ഥയുടെ ഓർമ്മ ദിനമല്ലേ ഇന്ന്? അടിയന്തരാവസ്ഥയിൽ പിണറായി വിജയന്റെ കാലത്ത് പിണറായി വിജയന് നേരിടേണ്ടി വന്ന ആക്രമണങ്ങൾ പോലെയാണോ വീണ ടി ഇപ്പോൾ ഇഡിക്ക് മുൻപിലേക്ക് എത്തുന്നത്? അത് അങ്ങ് അവിടെയാണ് പറയുന്നത്. നിങ്ങളിപ്പോ ഒരു വാർത്തയാക്കുന്നതിന് കാരണം എന്താണ്? അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്. ഞങ്ങളുടെ പാർട്ടി നിലപാട് എന്താണ്? അത് വ്യക്തിപരമായി അവർ ഉത്തരം പറയേണ്ട കാര്യങ്ങൾ അവർ ഉത്തരം പറയും. ഇതൊരു രാഷ്ട്രീയ കേസാകുമ്പോൾ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും. പിണറായി വിജയനെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് കോൺഗ്രസിന്റെ വാദം. ആ വാദത്തിന് ചുട്ട മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെ നടക്കുന്ന ബി ജെ പിക്കാർക്ക് ഞങ്ങൾക്കുള്ള മറുപടി എന്താണ്? അയോധ്യയിലേക്ക് പോട്ടെ. അവിടെ എന്താ നടന്നത്? എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അമ്പലക്കൊള്ള വിശ്വാസികളെ ഏൽപ്പിച്ചപ്പോ അമ്പലക്കൊള്ള. വീണ ടിക്ക് ക്രമക്കേടുകൾ, പണമിടപാടിൽ ക്രമക്കേട് ചോദ്യം ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് അയോധ്യയിലേക്ക് ഇ ഡി പോകുന്നില്ല എന്ന ചോദ്യം രാഷ്ട്രീയമായി ഞങ്ങൾ ചോദിക്കും. ഇപ്പൊ തന്നെ കോടികളുടെ തുകയാണ് അവിടുന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്. വിശ്വാസികളെ മുഴുവൻ, ഇന്ത്യയിലെ വിശ്വാസികളെ, ലോകത്തെ ഹിന്ദുമത വിശ്വാസികളെ മുഴുവൻ കബളിപ്പിച്ചു ബി ജെ പി. ഇത് നമ്മുടെ നാട്ടിൽ അയോധ്യയിൽ തട്ടിപ്പ് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ തർക്കമൊന്നുമില്ല. നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ചോദിച്ച വീണ ടിയെ ഇപ്പോൾ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തതിനെ പറ്റിയാണ്. അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അടിയന്തരാവസ്ഥ കാലം മുതൽ അയോധ്യ വരെയാണ്. അതിലെവിടെയും വീണയില്ല.